ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ നെക്സ്റ്റ് ടോപ്പിക്കാണ് പഠിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്ന് അടുത്തതെന്ന് പറയുന്നത് ടെക്സ്റ്റ് ഫോർമുല. ടെക്സ്റ്റ് ഫോർമുല എന്താണെന്ന് നമുക്ക് ഇന്ന് നോക്കാവേ. അപ്പോൾ സാധാരണ നമ്മൾ ഫോർമുല എന്നൊക്കെ പറഞ്ഞാൽ എന്താ, നമ്മൾ നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യാനും ഡിവൈഡ് ചെയ്യാനും സബ്ട്രാക്ട് ചെയ്യാനും ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അരിത്മെറ്റിക്കൽ ഇക്വേഷൻസ് ഒക്കെ നമ്മൾ അപ്ലൈ ചെയ്ത് നമുക്കറിയാം. നമ്പേഴ്സിലാണ് കൂടുതലും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫോർമുലാസ് ഒക്കെ അപ്ലൈ ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ഇവിടെ പഠിക്കുന്നത് ടെക്സ്റ്റിൽ, അതായത് വേർഡ്സിൽ ആൽഫബറ്റോ ഇല്ലെങ്കിൽ വേർഡ്സിലോ അല്ലെങ്കിൽ സെൻറ്റൻസിലോ ഒക്കെ നമുക്ക് എങ്ങനെയാണ് ഫോർമുല അപ്ലൈ ചെയ്യാൻ പറ്റുന്നതെന്നാണ് കേട്ടോ. അതിനാണ് ടെക്സ്റ്റ് ഫോർമുല എന്ന് പറയുന്നത്. നോക്കിക്കേ, എ ടെക്സ്റ്റ് സ്ട്രിംഗ് ഓർ എ ടെക്സ്റ്റ് വാല്യൂ ഈസ് എ സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ് ഓൺ വിച്ച് യു കനോട്ട് പെർഫോം ഓപ്പറേഷൻസ്. അതായത് ഇപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്നത് ടെക്സ്റ്റ് സ്ട്രിംഗ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ക്യാരക്ടേഴ്സ്. സ്ട്രിംഗ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സ്. അപ്പോൾ ടെക്സ്റ്റ് സ്ട്രിംഗ് എന്ന് പറഞ്ഞാൽ ഒരുപാട് വേർഡ്സ് ഇല്ലെങ്കിൽ വേർഡ്സിനെയാണ് ടെക്സ്റ്റ് സ്ട്രിംഗ് എന്ന് പറയുന്നത്. ഇല്ലെങ്കിൽ ടെക്സ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് എന്താ, ഒരു സീക്വൻസ് ഓഫ് ക്യാരക്ടറാണ്. അതിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഓപ്പറേഷൻസ്, അതായത് ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ, സബ്ട്രാക്ഷൻ, ഡിവിഷൻ ഇതൊന്നും പെർഫോം ചെയ്യാൻ പറ്റാത്തതാണ് എന്ത്, ടെക്സ്റ്റ് സ്ട്രിംഗ്. ടെക്സ്റ്റ് സ്ട്രിംഗ് അല്ലെങ്കിൽ ടെക്സ്റ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ് ആണ്. അതിൽ നമുക്ക് ഓപ്പറേഷൻസ് ഫോർ എക്സാമ്പിൾ സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ഒന്നും പെർഫോം ചെയ്യാൻ പറ്റാത്ത വാല്യൂസിനെയാണ് നമ്മൾ ടെക്സ്റ്റ് സ്ട്രിംഗ് അല്ലെങ്കിൽ ടെക്സ്റ്റ് വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷേ നമുക്ക് ടെക്സ്റ്റ് സ്ട്രിങ്ങിൽ രണ്ട് ടെക്സ്റ്റിൽ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതലോ ടെക്സ്റ്റ് സ്ട്രിങ്ങിനെ നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. മനസ്സിലായോ? ഓപ്പറേഷൻസ്, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ പോലത്തെ ഓപ്പറേഷൻസ് നമുക്ക് ടെക്സ്റ്റ് സ്ട്രിങ്ങിൽ പെർഫോം ചെയ്യാൻ പറ്റത്തില്ല. പകരം നമുക്ക് ടെക്സ്റ്റ് സ്ട്രിങ്ങിനെ ജോയിൻ ചെയ്യിക്കാൻ പറ്റും. അങ്ങനെ ജോയിൻ ചെയ്യിക്കുന്നതിനെയാണ് നമ്മൾ കോൺകാറ്റനേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ടെക്സ്റ്റ് സ്ട്രിങ്ങിനെ അല്ലെങ്കിൽ ടെക്സ്റ്റ് വാല്യൂസിനെ ജോയിൻ ചെയ്യിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്, കോൺകാറ്റനേഷൻ എന്ന് പറയുന്നത്. നമ്മൾ രണ്ട് ടെക്സ്റ്റ് സ്ട്രിങ്ങിനെ നമ്മൾ ഇല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ടെക്സ്റ്റ് സ്ട്രിങ്ങിനെ കോൺകാറ്റ് ചെയ്യുമ്പോൾ ഇല്ലെങ്കിൽ ജോയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സിമ്പലാണ് ആംപർസൻഡ് സിമ്പൽ. ഇതാണ് ആംപർസൻഡ് സിമ്പൽ. ഈ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഈ ഒരു സിമ്പൽ യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ സ്ട്രിങ്സിനെ കോൺകാറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ജോയിൻ ചെയ്യിപ്പിക്കുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം നമുക്കിതാ ഇവിടെ നിങ്ങൾ നോക്കി, എക്സൽ ഹാസ് അമേസിങ് ഫീച്ചേഴ്സ്. ഈ ഓരോ സെല്ലിൽ കിടക്കുന്ന വേർഡ്, അതായത് എക്സൽ എന്ന് പറയുന്നത് ഒരു വേർഡാണ്. ഹാസ്, അമേസിങ്, ഫീച്ചേഴ്സ്, ഇങ്ങനെ 4 വേർഡ്സ് തന്നിട്ടുണ്ട്. അതായത് 4 ടെക്സ്റ്റ് സ്ട്രിങ്ങുകൾ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ ജോയിൻ ചെയ്ത് ഈ എന്ന് പറയുന്ന ഈ ഒരു കോളത്തിൽ ഇടണം. ഈ ഒരു സെല്ലിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ എല്ലാം കൂടെ ജോയിൻ ചെയ്തിടണം അല്ലെങ്കിൽ കോൺകാറ്റ് ചെയ്തിടണം. അതിനെന്താ ചെയ്യേണ്ടത്, ഫസ്റ്റ് നമ്മൾ ടെക്സ്റ്റിനെ ജോയിൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഏത് സിമ്പലാണ്, ആംപർസൻഡ് സിമ്പലാണ് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്, എ ബി സി ഡി എന്ന് പറയുന്ന കോളത്തിലെ A1 എന്ന് പറയുന്ന സെല്ല്, B1 എന്ന് പറയുന്ന സെല്ല്, C1 ആൻഡ് D1 ഇത്രയും സെൽസിനെ നമ്മൾ എന്ത് ചെയ്യണം, ജോയിൻ ചെയ്യണം. അപ്പോൾ അതിനു വേണ്ടി ആദ്യം A1 ഈ ഫോർമുല നോക്കി, A1 ഈ ഫോർമുല എഴുതുമ്പോൾ എന്ത് ചെയ്യണം, ആദ്യം ഈക്വൽ ടു സൈൻ ഇടണം, എന്നിട്ട് A1 എഴുതുക. അത് കഴിഞ്ഞ് എന്ത് ചെയ്യണം, A1 എന്ന് പറയുന്ന സെല്ലിൻ്റെ അടുത്തത് എന്ത് വരണം, B1-ലെ വേർഡാണ് നമുക്ക് അടുത്തതായിട്ട് വരേണ്ടത്. അപ്പോൾ B1 വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ ആംപർസൻഡ് സിമ്പൽ കൊടുക്കണം. അത് കഴിഞ്ഞ് നമുക്കൊരു സ്പേസ് വേണം. ഇവിടെ നോക്കി, എക്സൽ കഴിഞ്ഞ് നമുക്കൊരു ചെറിയൊരു സ്പേസ് വന്നിട്ടുണ്ട്. ആ ഒരു സ്പേസിന് വേണ്ടിയാണ് ഈ ഒരു ഡബിൾ കോട്ട്സ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് ഓരോ വേർഡ്സും തമ്മിൽ ഒരു ചെറിയൊരു സ്പേസ് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് അവിടെ ഡബിൾ കോട്ട്സ് കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് വീണ്ടും ആ ഡബിൾ കോട്ട്സ് കഴിഞ്ഞ്, അതായത് ആ ഒരു സ്പേസ് കഴിഞ്ഞ് നമുക്ക് എന്താണ് വരേണ്ടത്, B1 ആണ് വരേണ്ടത്. അതിനുവേണ്ടി നമ്മൾ ആംപർസൻഡ് B1 കൊടുത്തു. ഇനി B1 കഴിഞ്ഞ് ഒരു സ്പേസ് വേണം, അതിന് ആംപർസൻഡ് ഡബിൾ കോട്ട്സ് കൊടുത്തു. ഇനി ആ സ്പേസ് കഴിഞ്ഞ് C1 വരണം, അതിനു വേണ്ടി ആംപർസൻഡ് C1 കൊടുത്തു. അത് കഴിഞ്ഞ് എന്ത് വേണം, സ്പേസ് വേണം, അതുകൊണ്ട് ആംപർസൻഡ് ഡബിൾ കോട്ട്സ് കൊടുത്തു. ആ ഒരു സ്പേസ് വന്നു കഴിഞ്ഞ് D1-ലെ സെല്ലിലെ വാല്യൂം ആണ് നമുക്ക് വരേണ്ടത്.
അതുകൊണ്ട് A1 ആംപർസെൻഡ് സ്പേസിന് വേണ്ടി ഡബിൾ കോട്ട്സ് ഇട്ടു, പിന്നെ ഒരു ആംപർസെൻഡ് ഇട്ടു, പിന്നെ B1 ഇട്ടു, അങ്ങനെ D1 വരെ നമ്മൾ എഴുതി കൊടുക്കണം. അങ്ങനെ ഫോർമുല എഴുതി കൊടുക്കുമ്പോൾ നമുക്ക് എക്സൽ ഹാസ് അമേസിങ് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ലൈനായിട്ട് നമുക്ക് കിട്ടും. ജോയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഓരോ വേർഡിനെ നമ്മൾ ഒരു വേർഡ് കഴിഞ്ഞ് അടുത്ത വേർഡ് ഏതാണെന്നുള്ളത് പറഞ്ഞു കൊടുക്കണം. അങ്ങനെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് ജോയിൻ ചെയ്യുമ്പോൾ എപ്പോഴും ആംപർസെൻഡ് സിമ്പിൾ ഉപയോഗിക്കുക. ഇനി നമുക്ക് ഓരോ വേർഡിൻ്റെയും ഇടയിൽ ഗ്യാപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വെറുതെ ഒരു ഡബിൾ കോട്ട്സ് ഇട്ട് സെപ്പറേറ്റ് ചെയ്താൽ മതി. സ്പേസ് ആണെന്ന് കാണിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്താൽ മതി. അപ്പം ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ടെക്സ്റ്റ് സ്ട്രിങ് എടുക്കുന്നത്. മനസ്സിലായോ? ഇനി അടുത്ത് നോക്കാം, മാത്തമാറ്റിക്കൽ ഓപ്പറേറ്റേഴ്സ് യൂസ്ഡ് ഇൻ ഫോർമുലാസ്. നമ്മുടെ ഓരോ ഫോർമുലയിലും യൂസ് ചെയ്യുന്ന മാത്തമാറ്റിക്കൽ ഓപ്പറേറ്റേഴ്സിനെ പറ്റിയാണ് അടുത്ത് നമ്മൾ പഠിക്കുന്നത്. ഏതൊക്കെ മാത്തമാറ്റിക്കൽ ഓപ്പറേറ്റേഴ്സ് ആണ് നമ്മൾ ഓരോ ഓപ്പറേഷൻസിലും യൂസ് ചെയ്യുന്നതെന്ന്. ആദ്യത്തേത്, ഇത് നിങ്ങൾ ഈ ടേബിൾ പഠിക്കണേ. ആദ്യത്തേത് എക്സ്പോണൻറ്റ് എന്ന് പറയുന്ന ഓപ്പറേറ്റർ ഇതാണ്. അതായത് നമ്മളിപ്പം 1 അല്ലെങ്കിൽ 1² ഒക്കെ ഇടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്പോണൻ്റാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സ്ക്വയർ. അപ്പോൾ ഓർഡർ ഓഫ് വാല്യുവേഷൻ 1 എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ ഒരു ഫോർമുലയിൽ എക്സ്പോണൻ്റ് ഉണ്ടെങ്കിൽ ആദ്യം എക്സ്പോണൻ്റ് ആയിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഓർഡർ ഓഫ് ഇവാലുവേഷൻ 1 ആയത്. അതായത് ഒരു ഫോർമുലയിൽ നമുക്ക് ആഡ് ചെയ്യാനും എക്സ്പോണൻ്റ് കാണാനും ഉണ്ടെങ്കിൽ ആ എക്സ്പോണൻ്റ് കാണേണ്ട പാർട്ടായിരിക്കും ഫസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് മാത്രമേ ആഡ് ചെയ്യുകയുള്ളൂ. അതാണ് ഓർഡർ ഓഫ് ഇവാലുവേഷൻ. ഓരോ ഫോർമുല നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴും അതിനൊരു ഓർഡർ ഉണ്ടായിരിക്കും. ഏത് ഓപ്പറേറ്ററാണ് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഓർഡർ ഉണ്ടായിരിക്കും. ആ ഓർഡറാണ് പറയുന്നത്. എക്സ്പോണൻറ്റിനാണെങ്കിൽ ഫസ്റ്റ് എവിടെ എക്സ്പോണൻ്റ് ഉണ്ടോ അതിന് ഫസ്റ്റ് പ്രിഫറൻസ് ആയിരിക്കും കൊടുക്കുന്നത്. ഒരു എക്സാമ്പിൾ നോക്കിക്കേ, 4 exponent 3 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം എന്താ? 4 raised to 3 എന്നാണ്. ഓക്കെ, 4 raised to 3 എന്ന് പറഞ്ഞാൽ 4 cube. ഓക്കെ, 4 cube എന്നാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ 4 ക്യൂബിൻ്റെ വാല്യൂ എത്രയാണ്? 64. മൾട്ടിപ്ലിക്കേഷൻ, നമ്മൾ ഒരു ടേബിളിൽ ഒരു ഫോർമുലയിൽ മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ അതിന് സെക്കൻഡ് പ്രിഫറൻസ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, മൾട്ടിപ്ലിക്കേഷൻ 2 ആയിരിക്കും അതിൻ്റെ ഓർഡർ. ഇപ്പം നമ്മുടെ ഒരു ഫോർമുലയിൽ എക്സ്പോണൻറ്റും ഉണ്ട് മൾട്ടിപ്ലിക്കേഷൻ്റെ സിമ്പിളും ഉണ്ടെങ്കിൽ ആദ്യം എക്സ്പോണൻ്റ് ആയിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അതിന് ശേഷമായിരിക്കും മൾട്ടിപ്ലിക്കേഷൻ പെർഫോം ചെയ്യുന്നത്. നോക്കിക്കേ, 9 × 8 72. അടുത്തത് ഡിവിഷൻ്റെ ഓർഡർ ഓഫ് പ്രിഫറൻസും 2 ആയിരിക്കും. ഇനി അഡീഷൻ എന്ന് പറഞ്ഞാൽ സിമ്പിളൊക്കെ നിങ്ങൾക്ക് അറിയാലോ. അഡീഷൻ എപ്പോഴും 3rd ആയിരിക്കും. നമ്മുടെ ഒരു ഫോർമുലയിൽ അഡീഷൻ പ്ലസ് സൈൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ എപ്പോഴും അത് ലാസ്റ്റ് ആയിരിക്കും നമ്മൾ നോക്കുന്നത്. അതേപോലെ തന്നെ സബ്ട്രാക്ഷനും നമ്മുടെ ഓർഡർ 3 ആയിരിക്കും. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് ഓരോ ഫോർമുല ഇവാലുവേറ്റ് ചെയ്യാനും ഓരോരോ പ്രോപ്പർട്ടീസ് നമ്മൾ ഫോളോ ചെയ്യണം. ഫസ്റ്റ് പ്രോപ്പർട്ടി എന്താണെന്ന് വെച്ചാൽ, എനി ഓപ്പറേഷൻ കണ്ടെയ്ൻഡ് ഇൻ ബ്രാക്കറ്റ്സ് will be carried out first followed by any exponent. ഇപ്പം എന്തെങ്കിലും എക്സ്പോണൻ്റ് നമ്മുടെ ഒരു ഫോർമുലയിൽ എക്സ്പോണൻറ്റും കൊടുത്തിട്ടുണ്ട്, പിന്നെ ബ്രാക്കറ്റിൽ എന്തെങ്കിലും ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്യാനും കൊടുത്തിട്ടുണ്ട് എങ്കിൽ ആദ്യം എക്സ്പോണൻറ്റ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിനുശേഷം ആയിരിക്കും എന്തെങ്കിലും ബ്രാക്കറ്റ്സിൽ കൊടുത്തിരിക്കുന്നത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അടുത്തത് എന്തായിരിക്കും? അടുത്തത് ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ദെൻ ഫോളോസ് മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ. അപ്പോൾ ഫസ്റ്റ് എന്തായിരിക്കും, എക്സ്പോണൻ്റ് ഉണ്ടെങ്കിൽ അത് ഇവാലുവേറ്റ് ചെയ്യും. അതിനുശേഷം ബ്രാക്കറ്റിൽ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇവാലുവേറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഡിവിഷനോ മൾട്ടിപ്ലിക്കേഷനോ ഉണ്ടെങ്കിൽ അത് ഇവാലുവേറ്റ് ചെയ്യും. നിങ്ങളിത് പഠിച്ചു വെക്കണേ. വിച്ച് ആർ ഗിവൺ ഈക്വൽ ഇമ്പോർട്ടൻസ്. മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഒരേ ഇമ്പോർട്ടൻസ് ആയിരിക്കും. നമ്മൾ പറഞ്ഞു നമ്പർ 2 ആണ് മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും വരുന്നത്. അപ്പോൾ 2 ആയിരിക്കും അതിൻ്റെ ഓർഡർ. അതിന് രണ്ടും ഈക്വൽ ഇമ്പോർട്ടൻസ് ആയിരിക്കും. ദേ ആർ കാരിഡ് ഔട്ട് ഇൻ ദ ഓർഡർ ഇൻ വിച്ച് ദേ ഒക്കർ ഇൻ ദ ഫോർമുല ലെഫ്റ്റ് ടു റൈറ്റ്. അപ്പോൾ നമ്മളെപ്പോഴും ഫോർമുല നോക്കുമ്പോൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടായിരിക്കും ഫോർമുല നമ്മൾ വാലുവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഓർഡറിൽ എവിടെയാണോ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും കിടക്കുന്നത് ആ ഓർഡറിൽ തന്നെ കാൽക്കുലേറ്റ് ചെയ്യും.
whichever appears first in a formula is carried out first. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആണ് ആ ഫോർമുലയിൽ ആദ്യം കിടക്കുന്നതെങ്കിൽ അത് മൾട്ടിപ്ലൈ ചെയ്യും, അല്ല ഡിവിഷൻ ആണെങ്കിൽ ഡിവൈഡ് ചെയ്യും. ആഫ്റ്റർ ദാറ്റ് അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ ഓപ്പറേഷൻസ് ആർ ഗിവൺ ഈക്വൽ ഇമ്പോർട്ടൻസ്. അഡീഷനും സബ്ട്രാക്ഷനും ഈക്വൽ ഇമ്പോർട്ടൻസ് ആയിരിക്കും, മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷനും ഈക്വൽ ഇമ്പോർട്ടൻസ് ആയിരിക്കും. ഏറ്റവും കൂടുതൽ പ്രിഫറൻസ് വരുന്നത് എക്സ്പോണൻറ്റിനും. They are also carried out in the order in which they occur in the formula. അപ്പോൾ ഫോർമുലയിൽ വരുമ്പോൾ ഏത് ഓർഡറിലാണോ അവർ ഇരിക്കുന്നത് ആ ഓർഡറിൽ തന്നെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, അവരെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ഇഫ് ടു ഓപ്പറേറ്റേഴ്സ് ഹാവ് ദ സെയിം ഓർഡർ ഓഫ് വാല്യുവേഷൻ, രണ്ട് ഓപ്പറേറ്ററിന് സെയിം ഓർഡറാണ് എങ്കിൽ എന്ത് ചെയ്യണം, എക്സ് സിംപ്ലി വാല്യുവേറ്റ്സ് ദം ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ഇപ്പം ഒരു ഓപ്പറേഷൻ്റെ പ്ലസും തന്നിട്ടുണ്ട് മൈനസും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പ്ലസിനും മൈനസിനും ഒരേ ഓർഡർ ഓഫ് വാല്യുവേഷൻ അല്ലേ? അപ്പോൾ ഏതായിരിക്കും ആദ്യം വർക്ക് ചെയ്യുന്നത്? എപ്പോഴും ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് ഫോർമുല നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ ആദ്യം ഏതാണോ കാണുന്നത് അതായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. നമുക്ക് ഈ ഒരു ടേബിൾ നോക്കാം. ഫസ്റ്റ് തന്നിരിക്കുന്നത് 7 + 3, അത് ബ്രാക്കറ്റിലാണ് തന്നിരിക്കുന്നത് അല്ലേ? അപ്പോൾ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നതുകൊണ്ട് ഇതിന് കുറച്ചുകൂടെ പ്രിഫറൻസ് വരും. ഫസ്റ്റ് നമ്മൾ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നതായിരിക്കും ആദ്യം എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത് 7 + 3 ആണെങ്കിൽ ആദ്യം 7 + 3 കാൽക്കുലേറ്റ് ചെയ്യും. അതിൻ്റെ ആൻസർ 10 × 5 50. ഇനി അടുത്ത് നോക്കിക്കേ, 8 × 2/4. ഇവിടെ ഈക്വൽ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? ഇവിടെ ഈ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഒരേ ഓർഡർ ഓഫ് വാല്യുവേഷൻ ആണ്. അപ്പോൾ എന്താ ചെയ്യുന്നത്, ലെഫ്റ്റ് ടു റൈറ്റ് വരുമ്പം ആദ്യം ഏതാണോ കാണുന്നത് അതായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഫസ്റ്റ് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ആണ് കണ്ടത് അല്ലേ? ഫസ്റ്റ് വന്നിരിക്കുന്ന ഓപ്പറേറ്റർ മൾട്ടിപ്ലിക്കേഷൻ്റെ ഓപ്പറേറ്ററാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആദ്യം മൾട്ടിപ്ലൈ ചെയ്യും. 8 × 2 മൾട്ടിപ്ലൈ ചെയ്യും. അത് എത്രയാണ്? 16. 16 / 4 എത്രയാണ് വരുന്നത്? 4. അത് കഴിഞ്ഞ് ഇവിടെ വരുമ്പോഴോ ഇവിടെ എക്സ്പോണൻറ്റിനാണ് ഫസ്റ്റ് പ്രിഫറൻസ് അല്ലേ? അപ്പോൾ എങ്ങനെ വന്നാലും എക്സ്പോണൻ്റ് ഉണ്ടെങ്കിൽ അതിനായിരിക്കും ആദ്യത്തെ പ്രിഫറൻസ് കൊടുക്കേണ്ടത്. അപ്പോൾ 3^2 എന്ന് പറഞ്ഞാൽ 3². 3² എത്ര? 9. അപ്പോൾ 54 + 9 63. അടുത്തത് ഇവിടെ പ്ലസ് സൈൻ വന്നിട്ടുണ്ട്, മൾട്ടിപ്ലിക്കേഷൻ വന്നിട്ടുണ്ട്, മൈനസും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പഠിച്ചത് എന്താ, മൾട്ടിപ്ലിക്കേഷന് ഈ തന്നിരിക്കുന്ന പ്ലസിനെക്കാട്ടിലും മൈനസിനെക്കാട്ടിലും ഓർഡർ ഓഫ് പ്രിഫറൻസ് കൂടുതലല്ലേ? അപ്പോൾ അതിനല്ലേ ആദ്യം നമ്മൾ മുൻഗണന കൊടുക്കേണ്ടത്. അതുകൊണ്ട് നമ്മൾ 5 × 6 ആദ്യം കാൽക്കുലേറ്റ് ചെയ്യും. അത് എത്രയാ? 30. അത് കഴിഞ്ഞ് പ്ലസിനും മൈനസിനും ഒരേ ഓർഡറാണ് അല്ലേ? പ്ലസും മൈനസും ഈക്വൽ ആയിട്ടായിരിക്കും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഒന്നിൽ 30, അതായത് 5 × 6 30. 30 + 12 ചെയ്തിട്ട് -2 ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ 30 - 2 ചെയ്തിട്ട് 12 ആയിട്ട് പ്ലസ് ചെയ്യാം. അതെങ്ങനെ വേണേലും നമുക്ക് ചെയ്യാം. എപ്പോഴും ആൻസർ 40 ആയിരിക്കും കിട്ടുന്നത്. അതേപോലെ തന്നെ ഈ ലാസ്റ്റ് വണ്ണിൻ്റെ ഓർഡർ എങ്ങനെയാണെന്നുള്ളത് എന്നോട് പറഞ്ഞു തരണം കേട്ടോ. നിങ്ങൾ അത് മെസ്സേജ് അയച്ചോ, എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ എന്നോട് പറയണം. ഇത് എങ്ങനെയാണ് ആദ്യം ഏത് ഓപ്പറേറ്ററാണ് എടുക്കുന്നത് എന്നുള്ളത് പറയണം. ഇത് ഹോംവർക്കാണ്. ഓക്കെ, അടുത്തത് ഇനി നമ്മൾ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എറേഴ്സ് വരാറുണ്ടല്ലേ? എന്തെങ്കിലും വാല്യൂസ് തെറ്റായിട്ട് കൊടുക്കുമ്പോഴൊക്കെ നമുക്ക് എറേഴ്സ് കിട്ടാറുണ്ട്. അപ്പോൾ ഈ എറേഴ്സ് ആണ് എന്ന് അറിയുന്നത് എങ്ങനെയാണ്? അതിനുള്ള കാര്യങ്ങളാണ് ഇനി നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഓരോ സെല്ലിൽ എന്തെങ്കിലും വാല്യൂസ് മിസ്റ്റേക്ക് വരുമ്പോൾ എറർ വരും. അപ്പോൾ എററാണെന്ന് നമ്മൾ എങ്ങനെ അറിയും? അതറിയാനുള്ള ഒരു കോളമാണ് നമ്മൾ ടേബിളാണ് തന്നിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് 5 ഹാഷ് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ദ കോളം ഈസ് നോട്ട് വൈഡ് ഇനഫ് ടു ഡിസ്പ്ലേ ദ വാല്യൂ. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടിയ റിസൾട്ട് നമുക്ക് ഉള്ള കോളത്തിൻ്റെ സൈസിനെക്കാട്ടിലും വലുതാണെങ്കിൽ എന്ത് ചെയ്യും? ഇങ്ങനൊരു 5 ഹാഷ് ആയിട്ടുള്ള ഒരു എറർ ആയിരിക്കും നമുക്ക് കാണിക്കുന്നത്. ഓക്കെ, എറർ പല രീതിയിലും വരാം. ഓരോ എററും അതിൻ്റേതായ മീനിങ് ഉണ്ട്. അപ്പോൾ ഓരോ എറർ വെച്ച് വേണം നമ്മൾ മനസ്സിലാക്കാൻ നമ്മൾ എന്താ തെറ്റ് ചെയ്തതെന്ന്. എന്നിട്ട് നമ്മളത് തിരുത്തണം. ഇപ്പോൾ 5 ഹാഷ് ആണ് വന്നെങ്കിൽ നമ്മൾ ഓർക്കണം കോളത്തിൻ്റെ വിഡ്ത്ത് കുറവാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം?
കോളത്തിൻ്റെ വിട്ട് കൂട്ടി കൊടുക്കണം. അത് കഴിഞ്ഞ് ആ ഒരു ഫോർമുല എക്സിക്യൂട്ട് ചെയ്യുമ്പം എററൊന്നും വരത്തില്ല. അടുത്തതോ ഹാഷ് div by 0. നമുക്ക് ഏതെങ്കിലും ഒരു നമ്പറിനെ 0 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? 1/0 പോസിബിൾ ആണോ? 2/0 പോസിബിൾ ആണോ? 100/0 പോസിബിൾ ആണോ? നമുക്ക് ഒരു നമ്പറിനെയും 0 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇൻ കേസ് ഫോർമുല ഒക്കെ ചെയ്ത് വന്നപ്പോൾ 0 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന എന്തെങ്കിലും വന്ന് നിൽക്കുവാണെങ്കിൽ എന്ത് സംഭവിക്കും? അവിടെ ഇങ്ങനെ ഒരു എറർ വരും. അപ്പം നമ്മൾ കൊടുത്തിരിക്കുന്ന ഫോർമുല ഒന്ന് ചെക്ക് ചെയ്യണം, എവിടെയെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ഇനി അടുത്തത് നോട്ട് അവൈലബിൾ n/a എന്ന് പറഞ്ഞാലോ, നമ്മൾ ഫോർമുലയിൽ യൂസ് ചെയ്തിരിക്കുന്ന വാല്യൂ കാണാനില്ല, അതിനാണ് നോട്ട് അവൈലബിൾ n/a എന്ന് പറയുന്ന ഈ ഒരു എറർ വരുന്നത്. അടുത്തത് നം ആണ് വന്നെങ്കിൽ, ഹാഷ് നം ആണ് വന്നെങ്കിൽ നമ്മൾ നെഗറ്റീവ് വാല്യൂ പോസിറ്റീവ് വാല്യൂ എക്സ്പെക്ട് ചെയ്തെടുത്ത് നെഗറ്റീവ് റിസൾട്ട് അങ്ങനെ എന്തെങ്കിലും മാറ്റി മറിച്ചൊക്കെ കൊടുക്കുകയാണെങ്കിൽ, സിമ്പിളിൽ എന്തെങ്കിലും മാറ്റം വരുത്തി കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു എറർ വരും. ഇനി ref ദ ഫോർമുല റെഫർ ടു എ സെൽ ദാറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ്. ഇപ്പം നമ്മൾ ഒരു സെല്ലിന് കൊടുത്തിട്ട് D+E എന്ന് കൊടുത്തിരിക്കുക, ആക്ച്വലി ഈ എന്ന് പറയുന്ന സെല്ല് നമ്മുടെ കയ്യിലില്ല. അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് അതായത് സെല്ല് ഇല്ലാത്ത ഒരു സെല്ലിലെ വാല്യൂവിനെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഫോർമുല കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു എറർ കാണിക്കും. അതായത് ഈ സെല്ല് നമ്മുടെ എക്സൽ ഷീറ്റിൽ ഇല്ല എന്ന് പറഞ്ഞ് കാണിക്കാൻ വേണ്ടിയാണ് റെഫ് എന്ന് പറഞ്ഞ ഈ ഒരു എറർ. ഇനി അടുത്ത വാല്യൂ ദ ഫോർമുല ഹാസ് ആൻ ഇൻവാലിഡ് ആർഗ്യുമെൻറ്റ്. അതായത് നമ്മൾ കൊടുത്ത ഫോർമുല എക്സിക്യൂട്ട് ചെയ്തപ്പം ഇൻവാലിഡ് ആയിട്ടുള്ള ഒരു റിസൾട്ടാണ് കിട്ടിയത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ടെക്സ്റ്റ് ഇൻ എ സെൽ വേർ എ ന്യൂമറിക് വാല്യൂ ഇസ് റിക്വയർഡ്. അതായത് നമ്പർ വരേണ്ട അടുത്ത് ഒരു ടെക്സ്റ്റ് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടിയെങ്കിൽ അവിടെ തെറ്റാണ് നമ്മുടെ വാല്യൂ അല്ലേ. നമ്മൾ 5+2 കൊടുത്തിട്ട് നമുക്ക് കിട്ടിയത് ട്രൂ എന്ന് പറയുന്ന ഒരു സ്ട്രിങ് ആണെങ്കിൽ, ടെക്സ്റ്റ് ആണെങ്കിൽ അവിടെ വാല്യൂ തെറ്റിയില്ലേ. അപ്പം അങ്ങനെ വരുമ്പോഴാണ് ഹാഷ് വാല്യൂ എന്ന എറർ വരുന്നത്. ഓക്കെ, ഇനി അടുത്ത ഒരു ഫീച്ചറാണ് ഓട്ടോസം. The autosum feature automatically adds numbers in selected cells. അപ്പോൾ ഓട്ടോസം ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട്, ഓട്ടോസം ഫീച്ചർ എന്ന് വെച്ചാൽ എന്താണ്? ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ സെലക്ട് ചെയ്ത സെൽസിലെ വാല്യൂസിനെ നമ്പേഴ്സിനെ ആഡ് ചെയ്യിക്കാൻ വേണ്ടിയാണ് ഓട്ടോസം ഫീച്ചേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ ഏതൊക്കെ സെല്ലാണോ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അതിൻ്റെ വാല്യൂസ് ഓട്ടോമാറ്റിക്കലി ആഡ് ചെയ്യിക്കാൻ വേണ്ടിയാണ് ഓട്ടോസം ഫീച്ചർ യൂസ് ചെയ്യുന്നത്. നമുക്ക് ഇത് ആഡ് ചെയ്യിക്കാൻ വേണ്ടി മാത്രമല്ല, ആവറേജ് കാണാനും മിനിമം കാണാനും ഒക്കെ നമുക്ക് ഈ ഒരു ഓട്ടോസം ഫീച്ചർ നമുക്ക് യൂസ് ചെയ്യാം. ഇത് ഹോം ടാബിൽ എഡിറ്റിംഗ് ഗ്രൂപ്പിലും ഉണ്ട്, ഫോർമുലാസ് ടാബിൽ ഫംഗ്ഷൻ ലൈബ്രറിയിലും നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ അടുത്ത് ഇടാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ. ബാക്കി എക്സാമിൻ്റെ ചാപ്റ്റേഴ്സും പോർഷൻസും ഒക്കെ ഞാൻ ഗ്രൂപ്പിൽ അറിയിക്കാം. ഓക്കെ, താങ്ക് യു.